ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. വലിയ പ്രതീക്ഷയോടെയാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിച്ചത്. അമേരിക്കയുടെ ടോമോഹാക്ക് മിസൈലുകൾ ലഭ്യമാക്കുക എന്നതായിരുന്നു യാത്രയുടെ പ്രധാന ലക്ഷ്യം. റഷ്യയുടെ ഉള്ളിലേക്ക് കടന്നു കയറി ആക്രമിക്കുവാനും വൻതോതിൽ നാശം വിതറാനും കഴിവുള്ളതാണ് ടോമോഹാക്ക് മിസൈലുകൾ. ഇത് ലഭിച്ചാൽ യുദ്ധത്തിൻ്റെ ഗതി റഷ്യക്കെതിരാകും എന്നാണ് സെലൻസ്കിയുടെ വിലയിരുത്തൽ. എന്നാൽ ഈ മിസൈലുകൾ ഉപയോഗിച്ചാൽ യുദ്ധം കൂടുതൽ രൂക്ഷമാകുമെന്നും ഇവ അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട് എന്നുമാണ് ട്രംപ് സെലൻസ്കിയെ അറിയിച്ചത്. തന്നെയുമല്ല, യുദ്ധം അവസാനിപ്പിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. യുദ്ധം അവസാനിപ്പിച്ചതിനു ശേഷം ചർച്ചകൾ നടത്താമെന്നും ട്രംപ് നിർദ്ദേശിച്ചു. ഗാസയിലും ഇതേ രീതിയിലാണ് കരാർ ഒപ്പിട്ടത്. വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ബന്ദികളുടെ കൈമാറ്റം നടക്കുകയും ചെയ്തുവെങ്കിലും ഇപ്പോഴും ഗാസയിൽ സമാധാനം സ്ഥാപിക്കാനായിട്ടില്ല. ഉക്രൈനിനോടൊപ്പം റഷ്യയും സമ്മതിക്കാതെ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും കഴിയില്ല. ഹമാസ് ഇസ്രായേൽ യുദ്ധം അവസാനിച്ചു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷം ഇസ്രായേലും ഹമാസും പരസ്പരം ആക്രമിച്ചു. ഉടമ്പടി അനുസരിച്ചുള്ള മഞ്ഞ രേഖയിലേക്ക് തങ്ങളുടെ സൈന്യം മാറിയെന്നും ഈ രേഖ ലംഘിക്കാൻ ശ്രമിച്ചവരെയാണ് ആക്രമിച്ചത് എന്നുമാണ് ഇസ്രായേലിൻ്റെ വിശദീകരണം. ഞായറാഴ്ച മുതൽ വെടിനിർത്തൽ തുടരുകയാണെന്നും ഇസ്രായേൽ അറിയിച്ചു. ഈ ആക്രമണങ്ങളിൽ തങ്ങൾക്ക് പങ്കില്ല എന്നാണ് ഹമാസിൻ്റെ വിശദീകരണം. ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം ഒഴിഞ്ഞുപോയ പ്രദേശങ്ങൾ ഹമാസിൻ്റെ നിയന്ത്രണത്തിലാണ്. ചില തർക്കങ്ങൾ ഉണ്ടായെങ്കിലും ബന്ദികളുടെ കൈമാറ്റം വിജയിച്ചു എന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. സംഘർഷങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ ട്രംപിൻ്റെ പ്രത്യേക പ്രതിനിധി വിറ്റ്കോഫും മരുമകൻ ജെറാഡ് കുഷ്ണറും ജെറൂസലേമിലെത്തി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ചകൾ നടത്തി. താമസിയാതെ വൈസ് പ്രസിഡന്റും ഇവരോടൊപ്പം ചേരും. അമേരിക്ക ജാഗ്രത പാലിച്ചില്ലെങ്കിൽ യുദ്ധം അവസാനിക്കില്ല എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. (2007) മുതൽ 5 വർഷക്കാലം ഫ്രാൻസിൻ്റെ പ്രസിഡന്റായിരുന്നു നിക്കോളാസ് സർക്കോസി. 2007 നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ലിബിയയുടെ സാമ്പത്തിക സഹായം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ കോടതി 5 വർഷത്തെ തടവിന് ശിക്ഷിച്ചു. 2021 കോടതി വിധി പ്രഖ്യാപിച്ചത്. അപ്പീലുകൾ തള്ളി ഉത്തരവുണ്ടായത് കഴിഞ്ഞ ആഴ്ചയിലാണ്. ആദ്യമായിട്ടാണ് ഒരു പ്രസിഡന്റ് ശിക്ഷിക്കപ്പെടുന്നത്. 5 വർഷത്തെ ശിക്ഷ അനുഭവിക്കാനായി അനുയായികളോടും കുടുംബാംഗങ്ങളോടുമൊപ്പം തിങ്കളാഴ്ച സർക്കോസി ജയിലിൽ എത്തി. ഫ്രഞ്ച് പ്രസിഡന്റിനെ അല്ല, നിരപരാധിയായ ഒരു മനുഷ്യനെയാണ് നിങ്ങൾ ശിക്ഷിക്കുന്നത് എന്നുച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ മുൻ പ്രസിഡന്റ് തടവറയിലേക്ക് പ്രവേശിച്ചത്. ഭരണാധികാരികൾ ശിക്ഷിക്കപ്പെടുമ്പോൾ രാഷ്ട്രീയ പ്രേരിതം എന്നാണ് സാധാരണഗതിയിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. കുറ്റങ്ങൾ നിഷേധിച്ചതല്ലാതെ രാഷ്ട്രീയ പ്രേരിതം എന്നൊരാരോപണം പ്രതി പോലും ഉന്നയിച്ചില്ല. പരമോന്നത സ്ഥാനം അലങ്കരിച്ചിരുന്ന വ്യക്തി പോലും ശിക്ഷിക്കപ്പെട്ടു എന്നത് നിയമവാഴ്ചയുടെ കരുത്തിൻ്റെ തെളിവാണ്. ഇംഗ്ലണ്ടിലെ രാജാവായ ചാൾസ് മൂന്നാമൻ്റെ സഹോദരനാണ് ആൻഡ്രൂ രാജകുമാരൻ.
രാജകുടുംബ അംഗം എന്ന നിലയിൽ ലഭിച്ചിട്ടുള്ള എല്ലാ പദവികളും ഉപേക്ഷിക്കുന്നതായി ഇദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. ഇദ്ദേഹത്തിൻ്റെ ദുഷ്ചെയ്തികൾ ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങൾ നിരന്തരം രാജകുടുംബത്തെ വിമർശിക്കുന്നത് ഒഴിവാക്കാനാണ് ഈ സ്ഥാനത്യാഗം. കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയും സമ്പന്നനുമായ ജെഫ്രി എപ്സ്റ്റൈൻ എന്ന അമേരിക്കക്കാരനുമായി രാജകുമാരന് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. സാമ്പത്തിക ലാഭത്തിനായി തന്ത്രപ്രധാനമായ പല വിവരങ്ങളും രാജകുമാരൻ ചൈനയുടെ ചാരന്മാർക്ക് കൈമാറിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരാരോപണം. തെളിവുകൾ നിരത്തി മാധ്യമങ്ങൾ രാജകുടുംബത്തെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ രാജാവ് തന്നെയാണ് പദവികൾ ഉപേക്ഷിക്കാൻ സഹോദരനെ ഉപദേശിച്ചത്. രാജകുമാരനായി തുടരാമെങ്കിലും രാജകുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഇദ്ദേഹത്തിന് ലഭിക്കില്ല. ഇംഗ്ലണ്ടിൽ രാജാവ് ഉണ്ടെങ്കിലും രാജവാഴ്ചയില്ല. പാർലമെന്റാണ് രാജ്യം ഭരിക്കുന്നത്. പാകിസ്ഥാനെതിരെയുള്ള തങ്ങളുടെ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യ ആണ് എന്ന ആരോപണം അഫ്ഗാനിസ്ഥാൻ മന്ത്രി നിഷേധിച്ചു. അഫ്ഗാനിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമാണെന്നും ദേശീയ താൽപ്പര്യങ്ങൾക്കനുസരണമായിട്ടാണ് നയങ്ങൾ രൂപീകരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. അഫ്ഗാനിസ്ഥാനിൽ നിന്നുകൊണ്ട് ഒരു വിദേശ രാജ്യത്തിനും എതിരായ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല എന്നും മന്ത്രി ഉറപ്പു നൽകി. അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2021 താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ഭരണം ഏറ്റെടുത്തതിനെ തുടർന്ന് ഇന്ത്യ അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ താലിബാൻ ഭരണകൂടവുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ അവസാനിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യ ഈ നയം തിരുത്തുകയും പൂർണ്ണ തോതിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളിലാണ് പൗരാണിക ഗാന്ധാരം. ഇവിടുത്തെ രാജാവിൻ്റെ മകളായതുകൊണ്ടാണ് ധൃതരാഷ്ട്രയുടെ പത്നി ഗാന്ധാരി എന്നറിയപ്പെടുന്നത്. ജപ്പാനിലെ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവായ സനായി തക്കായിച്ചി പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്തു. നേരത്തെ തന്നെ ഇവരെ പാർട്ടിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പാർലമെന്റ് അംഗമായും മന്ത്രിയായും പല പ്രാവശ്യം ഇവർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ജപ്പാനിലെ പ്രധാനമന്ത്രി പദം ഒരു സ്ത്രീക്ക് ലഭിക്കുന്നത്. ഇംഗ്ലണ്ടിലെ ഉരുക്കു വനിതയായി വിശേഷിപ്പിക്കപ്പെടുന്ന മാർഗരറ്റ് താച്ചറുടെ ആരാധികയാണ് ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രി. രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ഒപ്പുവെച്ച യുദ്ധവിരുദ്ധ സമീപനത്തെ എതിർക്കുന്നയാളാണ് പുതിയ പ്രധാനമന്ത്രി. ജപ്പാനെ ആയുധമണിയിക്കണം എന്ന് വാദിക്കുന്നവർക്കൊപ്പമാണ് സനായി തക്കായിച്ചി. അമേരിക്കയുടെ വ്യാപാര പങ്കാളിയാണ്. അമേരിക്കയുമായുള്ള താരിഫ് ചർച്ചകൾ നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അമേരിക്ക വാങ്ങുന്ന കാറുകളിൽ ഏറിയ പങ്കും ജപ്പാനിൽ നിർമ്മിച്ചവയാണ്. ചൈനയെ പ്രതിരോധിക്കാൻ അമേരിക്ക ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ജപ്പാനെയാണ്. പരസ്പരമുള്ള സഹകരണം ഇരു രാജ്യങ്ങൾക്കും ഒഴിവാക്കാൻ കഴിയില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും തന്റെ നിലപാടിൽ മാറ്റം വരുത്തി. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിക്കും എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ വ്യാപാരം കുറയ്ക്കും എന്ന രീതിയിൽ നിലപാട് മാറ്റിയിട്ടുണ്ട്. ദേശീയ താൽപ്പര്യങ്ങൾക്കനുസരിച്ചാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നതാണ് നമ്മുടെ നിലപാട്. ഇറക്കുമതി തീരുവ ഉയർത്തി ആനുകൂല്യങ്ങൾ നേടാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. എന്നാൽ തീരുവ ഭീഷണി ഇന്ത്യയുടെ കയറ്റുമതിയെ കാര്യമായി ബാധിച്ചില്ല. അമേരിക്കയിലേക്കുള്ള കയറ്റുമതി കുറഞ്ഞുവെങ്കിലും
മൊത്തത്തിലുള്ള കയറ്റുമതിയിൽ വലിയ കുറവുണ്ടായില്ല. ചൈനയുടെ കാര്യത്തിൽ ഇതിലും പരിതാപകരമാണ് ട്രംപിൻ്റെ അവസ്ഥ. ചൈന സോയാബീൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയും അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയും കുറച്ചത് അമേരിക്കയിൽ വലിയ പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. ചൈനയ്ക്കും ഇന്ത്യക്കും സ്വീകാര്യമായ രീതിയിൽ താരിഫ് വർധനയിൽ മാറ്റം വരുത്താതെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയില്ല. ഇത് തിരിച്ചറിയുന്നത് കൊണ്ടാണ് രണ്ടു രാജ്യങ്ങളോടുമുള്ള നിലപാടുകൾ ട്രംപ് മയപ്പെടുത്തുന്നത്. ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ചർച്ചകൾ നടത്തും എന്നായിരുന്നു നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ കൂടിക്കാഴ്ച ഉപേക്ഷിച്ചതായി വൈറ്റ് ഹൗസ് അറിയിച്ചു. റഷ്യയിലെ 2 എണ്ണ കമ്പനികൾക്കുമേൽ അമേരിക്ക സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി. ഈ നടപടിയെ തങ്ങൾക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം എന്നാണ് റഷ്യയുടെ പ്രതിനിധി വിശേഷിപ്പിച്ചത്. ഇത് തങ്ങളെ ബാധിക്കില്ല എന്നും റഷ്യ അവകാശപ്പെട്ടു. സാമ്പത്തിക ഉപരോധം മൂലം കമ്പോളത്തിലെത്തുന്ന എണ്ണയുടെ അളവ് കുറയും. സ്വാഭാവികമായി അന്താരാഷ്ട്ര കമ്പോളത്തിൽ എണ്ണയുടെ വില ഉയരും. സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ക്രൂഡ് ഓയിലിൻ്റെ വില ഉയർന്നു. ഈ വിലക്കയറ്റം യൂറോപ്പിലെ രാജ്യങ്ങളെയും ബാധിക്കും. അമേരിക്കയുടെ സഖ്യകക്ഷികളായ യൂറോപ്യൻ യൂണിയനെ പ്രതികൂലമായി ബാധിക്കുന്ന ഈ നടപടി പിൻവലിക്കണം എന്നാണ് യൂറോപ്പിലെ പല രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത്. പ്രത്യക്ഷത്തിൽ റഷ്യക്കെതിരെയാണ് നടപടിയെങ്കിലും സാമ്പത്തിക ഉപരോധം യൂറോപ്പിൽ വിലക്കയറ്റം സൃഷ്ടിക്കും. ഈ വർഷം സെപ്റ്റംബറിലാണ് ട്രംപ് വെനിസ്വേലയുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടങ്ങിയത്. ഈ കപ്പലുകൾ വഴിയാണ് തീവ്രവാദികളും മയക്കുമരുന്നുകളും അമേരിക്കയിൽ എത്തുന്നത് എന്നാണ് ട്രംപിൻ്റെ ആരോപണം. അമേരിക്കയിൽ നിന്നും കണ്ടെടുത്ത ലഹരി വസ്തുക്കളിൽ ഏറിയ പങ്കും വെനിസ്വേലയിൽ നിർമ്മിച്ചതാണ് എന്നാണ് ട്രംപിൻ്റെ വിശദീകരണം. റഷ്യയോട് ചായ്വുള്ളയാളാണ് വെനിസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ. ഇദ്ദേഹത്തെ അധികാരത്തിൽ നിന്നും നീക്കാനായി ചാരസംഘടനയായ CIA ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. പല അമേരിക്കൻ പ്രസിഡന്റുമാരും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി CIA ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആരും തന്നെ ഇതുപോലെ വിവരം പരസ്യപ്പെടുത്തിയിട്ടില്ല. പ്രതിപക്ഷം മാത്രമല്ല ഭരണകക്ഷിയിലെ അംഗങ്ങളും ഈ നടപടിയുടെ പേരിൽ പ്രസിഡന്റിനെ വിമർശിച്ചിട്ടുണ്ട്. വെനിസ്വേലയെ ആക്രമിക്കാൻ പാകത്തിൽ അമേരിക്ക സൈനികരെ വിന്യസിച്ചിരിക്കുകയാണ്. റഷ്യൻ നിർമ്മിത മിസൈലുകൾ വിന്യസിച്ചുകൊണ്ടാണ് നിക്കോളാസ് മദുറോ പ്രതികരിച്ചത്. ഗാസയിൽ ഇസ്രായേൽ പട്ടാളത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗമാക്കണം എന്ന് നിർദ്ദേശിക്കുന്ന ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പാർട്ടിയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് ഈ നടപടി. ഈ നിയമം പാർലമെന്റിൽ പാസാക്കുക അത്ര എളുപ്പമല്ല. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വാൻസും പ്രസിഡന്റിന്റെ പ്രത്യേക പ്രതിനിധി വൈറ്റ്കോഫും മരുമകൻ ജെറാഡ് കുഷ്ണറും അടങ്ങുന്ന സംഘം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ജെറൂസലേമിൽ ചർച്ച നടത്തുമ്പോഴാണ് പാർലമെന്റിൽ ഇങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിച്ചത്. അമേരിക്ക മുൻകൈയെടുത്ത് ഒപ്പുവെച്ച യുദ്ധവിരാമ കരാറിനെതിരാണ് ഈ പ്രമേയം. പാലസ്തീൻ എന്ന രാഷ്ട്രത്തിന് അവകാശപ്പെട്ടതാണ് ഈ പ്രദേശം. ദ്വിരാഷ്ട്ര സിദ്ധാന്തം അവഗണിച്ചാണ് ഇസ്രായേലി സൈന്യം ഈ പ്രദേശങ്ങൾ പിടിച്ചെടുത്തത്. ഇസ്രായേലിൻ്റെ അതിക്രമങ്ങൾ അനുവദിക്കില്ല എന്ന്
വൈസ് പ്രസിഡന്റും സംഘവും വ്യക്തമാക്കി. വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഇസ്രായേലിനെതിരെ നടപടിയുണ്ടാകും എന്ന് ട്രംപും വ്യക്തമാക്കിയിട്ടുണ്ട്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.